ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പറ്റിയാണ് പഠിച്ചത്. 2 തരം ഉണ്ടെന്ന് പറഞ്ഞു. സാച്ചുറേറ്റഡ് ഉണ്ട്, അൺസാച്ചുറേറ്റഡ് ഉണ്ടെന്ന് പറഞ്ഞു. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ബോണ്ട് ഉള്ളത്, അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപൂരിതം എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ അല്ലെങ്കിൽ 2 ബന്ധനങ്ങളോ 3 ബന്ധനങ്ങളോ ഉള്ളത് എന്ന് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. സോ ഇവിടെ നിങ്ങൾക്ക് 2 ഹൈഡ്രോ കാർബൺസ് കാണാം. ദാ ഇവിടെ ഒരെണ്ണമുണ്ട്, ദാ ഇവിടെ ഒരെണ്ണമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അറിയാമല്ലോ, നോക്കിയാൽ മതി. ഇതിൻ്റെ അകത്ത് കാർബൺ തമ്മിലെല്ലാം സിംഗിൾ ബോണ്ടല്ലേ ഉള്ളൂ. ദാ ഒരു ബോണ്ട്, ഒരു ബോണ്ട്, ഒരു ബോണ്ട്, ഒരു ബോണ്ട്. ഇവിടെ എല്ലായിടത്തും സിംഗിൾ ബോണ്ടേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഇത് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. നിങ്ങൾ ആലോചിച്ചോടാ, നമുക്ക് ഈ ബോണ്ട് ഉണ്ടല്ലോ, ഈ ബന്ധനങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ ബോണ്ടിങ്ങിൻ്റെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഹൈഡ്രോ കാർബണെ 3 തിരിക്കാം. ഓക്കെ, ഇത് ടെക്സ്റ്റ് പറയുന്നില്ല, പക്ഷെ നമ്മൾ പഠിച്ച് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് അങ്ങോട്ട് വേണം. കാരണം ഈ പാഠം അങ്ങോട്ട് പഠിച്ചു പോകുന്ന സമയത്ത് ഈ കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, ബോണ്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എത്ര ബോണ്ട് ഉണ്ട് എന്ന് അല്ലെങ്കിൽ കാർബണും തമ്മിൽ എത്ര ബോണ്ട് ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 3 തിരിക്കാം. ഒന്നാമത്തെ ആളാണ് ആൽക്കെയിൻ, രണ്ടാമത്തെ ആളാണ് ആൽക്കീൻ, മൂന്നാമത്തെ ആളാണ് ആൽക്കൈൻ. ഓക്കെ, ആൽക്കേൻ, ആൽക്കീൻ, ആൽക്കൈൻ. ഓക്കെ, പേര് വായിക്കുന്ന ശ്രദ്ധിച്ചോളണം, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ആൽക്കേൻ, ആൽക്കീൻ, ആൽക്കൈൻ. ഓക്കെ, ഇനി എന്താണ് നമുക്ക് പറയാം. എടാ, ഒരു ഹൈഡ്രോ കാർബണിൽ നമുക്കറിയാം, കാർബണും ഹൈഡ്രജനും ചേർന്നുണ്ടാകുന്ന ആൾക്കാരെയാണ് ഹൈഡ്രോ കാർബൺ എന്ന് വിളിക്കുന്ന. ഒരു ഹൈഡ്രോ കാർബണിൽ കാർബണും തമ്മിൽ ഒറ്റ ബോണ്ട് അല്ലെങ്കിൽ ഏകബന്ധനമാണ് എന്നുണ്ടെങ്കിൽ, സിംഗിൾ ബോണ്ട് ആണ് എന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ആൽക്കേനുകൾ. ഓക്കെ, അപ്പോൾ നിങ്ങളിതാ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കോമ്പൗണ്ട്, നമ്മൾ നേരത്തെ ഹൈഡ്രോ കാർബൺ 1 എന്നും ഹൈഡ്രോ കാർബൺ 2 എന്നും ഇവിടെ എഴുതിയേക്കുന്ന 2 കോമ്പൗണ്ട് കണ്ട, ഇവിടെ കണ്ട കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ടേ ഉള്ളൂ. ഇവിടെയും കാർബണും കാരണം ആ ഒരു കംപ്ലീറ്റ് കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ കാർബണും തമ്മിൽ എല്ലായിടത്തും എന്തേ ഉള്ളടാ, ഇവിടെ സിംഗിൾ ബോണ്ട്, ഇവിടെ സിംഗിൾ ബോണ്ട്, ഇവിടെ സിംഗിൾ ബോണ്ട്, ഇവിടെ സിംഗിൾ ബോണ്ട് അല്ലേ? എല്ലായിടത്തും സിംഗിൾ ബോണ്ട് അല്ലേ ഉള്ളൂ. സോ ഇത് എന്തിന് ഉദാഹരണമായിരിക്കും? ആൽക്കെയിൻ ഉദാഹരണമായിരിക്കും. ഓക്കെ, ജസ്റ്റ് ആലോചിച്ചോ, കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കെയിൻ. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട അവസാനിക്കുന്ന ANE അല്ലേ? ആൽക്കെയിൻ അവസാനിക്കുന്ന എന്തിലായിരിക്കും? ANE. ഓക്കെ, സെക്കൻഡ് ആൽക്കീനാണ് രണ്ടാമത്തെ ആൾക്കാർ. അതായത് കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട് ആണ് എന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ആൽക്കീനുകൾ. ഓക്കെ, അപ്പോൾ കാർബണും തമ്മിൽ 2 ബോണ്ട് ഉണ്ടെങ്കിൽ, ഡബിൾ ബോണ്ട് ആണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് എന്ത്? ആൽക്കീനുകൾ. ഫോർ എക്സാമ്പിൾ ആൽക്കീനുകളുടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ അവസാനിക്കുന്ന ENE വെച്ചായിരിക്കും. നമ്മൾ ആൽക്കേൻ പറഞ്ഞു, അവസാനിക്കുന്ന ANE വെച്ചാണ്. ആൽക്കീൻ ആണെങ്കിൽ എന്താണ്? ENE വെച്ചാണ് അവസാനം. ഫോർ എക്സാമ്പിൾ നമുക്ക് എക്സാമ്പിൾ ടെക്സ്റ്റ് തന്നെ എവിടെയെങ്കിലും ഉണ്ടാകുന്ന നോക്കാം. ടെക്സ്റ്റ് തന്നെ എന്തായാലും ഒരു എക്സാമ്പിൾ കാണും, ഉറപ്പായും കാണും. നമുക്ക് ആൽക്കേനെ പറ്റി പഠിക്കാനുണ്ട്. എടാ, ഈ കോമ്പൗണ്ട് വയ്ക്കാണ്ടോ? ഈ ഒരു കോമ്പൗണ്ട്. എടാ, ഇവിടെ CH3 സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ടാണ് CH. അതായത് കാർബണും തമ്മിൽ ഇവിടെ എന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. സോ ഇത് എന്തായിരിക്കും? ആൽക്കീൻ ആയിരിക്കും. മറന്നുപോലെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, മൊത്തം സിംഗിൾ ബോണ്ട് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്? പ്രശ്നമില്ല. അപ്പോൾ എല്ലാത്തിനും സിംഗിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും? ആൽക്കേൻ ആയിരിക്കും. പക്ഷേ ഇവിടെ കണ്ട കാർബണും തമ്മിൽ ഇടയ്ക്കൊരു ഡബിൾ ബോണ്ട് കിടപ്പുണ്ട്. എല്ലാം ഡബിൾ ബോണ്ട് ആണോ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒരു കോമ്പൗണ്ടിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒരു ഡബിൾ ബോണ്ട് കിട്ടിയാലും എന്താണ്? ആൽക്കീനാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതൊരു ആൽക്കീനാണ്. ഓക്കെ, സംശയം ഉണ്ടാ? ഇനി നേരെ തിരിച്ച് നമുക്ക് പോവാം. ഓക്കെ, എഴുതിക്കൊണ്ടിരുന്നിടത്ത് പോവാം, പഴയ സ്ഥലത്ത് പോവാം. ഓക്കെ, അപ്പോൾ ഡബിൾ ബോണ്ട് ഉള്ള ആളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു? ആൽക്കീൻ എന്ന് പറഞ്ഞു. ഇനി സ്വാഭാവികമായിട്ടും അപ്പോൾ ആൽക്കൈൻ എന്തായിരിക്കും? കാർബണും തമ്മിൽ 1, 2, 3 ബോണ്ട് ഉണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് എന്ത്? ആൽക്കൈൻ. ഓക്കെ, അപ്പോൾ കാർബണും തമ്മിൽ എത്ര ബോണ്ട് കാണും ഇവിടെ? ആൽക്കൈൻ. അവസാനിക്കാൻ ശ്രദ്ധിച്ചോ, YNE ആണ്. ഓക്കെ, ആൽക്കേൻ ആണെങ്കിൽ ANE വെച്ച് അവസാനിക്കും, ആൽക്കീൻ ആണെങ്കിൽ ENE വെച്ച് അവസാനിക്കും, ആൽക്കൈൻ ആണെങ്കിൽ YNE വെച്ച് അവസാനിക്കും. വീണ്ടും നമുക്കൊരു എക്സാമ്പിളിലോട്ട് പോവാം. ടെക്സ്റ്റ് തന്നെ ഉറപ്പായിട്ടും കാണാം. നമ്മൾ നേരത്തെ നോക്കിയത് തൊട്ട് താഴെ ഒരു ആൽക്കൈൻ ഉണ്ടായിരുന്നു. ഇതൊരു ആൽക്കൈൻ അല്ലേ? യെസ്. ഇതാ ഈ ഒരു കോമ്പൗണ്ട് നോക്കടാ, ഈ ഒരു കോമ്പൗണ്ട് കണ്ടടാ,
ഇവിടെ കാർബണും കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ടാണ്. പക്ഷേ ഇവിടുത്തെ രണ്ട് കാർബണും തമ്മിൽ നോക്കിയാണ്ടാ ട്രിപ്പിൾ ബോണ്ട് അല്ലേ? മാറ്റളഞ്ഞ മണ്ടേക്കെ വരച്ച്. ഇനി നോക്കിയാണ് ഇത് രണ്ടും കൂടെ തമ്മിൽ നോക്കിയാണ് ഈ രണ്ട് കാർബണും തമ്മിൽ നോക്കടാ അല്ലേ? ട്രിപ്പിൾ ബോണ്ട് ഇല്ലേ? അപ്പോൾ എന്തായിരിക്കും? ആൽക്കൈൻ ആയിരിക്കും. ക്ലിയർ ആണേ? ഒരു ഐഡിയ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായേ? കാർബണും കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കെയിൻ, കാർബണും കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കീൻ, കാർബണും കാർബണും തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ എന്താടാ? ആൽക്കൈൻ. ഓക്കെ, മൂന്ന് അവസാനിക്കുന്ന ആൾക്കാരെന്നോ ഇതിൽ നിങ്ങൾക്ക് രണ്ടാൾക്കാർ, ഈ ഒരു എക്സാമ്പിളിൽ നിങ്ങൾക്ക് രണ്ടാൾക്കാർ മനസ്സിലാക്കാൻ പറ്റും. ദാ ആദ്യം കിടക്കുന്ന ആൾ ദാ ഈ കിടക്കുന്ന കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിടക്കുന്ന ഇത് എന്താണ്? ആൽക്കീനാണ്, കാരണം ഡബിൾ ബോണ്ടാണ്. ഈ കിടക്കുന്ന ഏവൻ എന്തായിരിക്കും? ആൽക്കൈൻ ആയിരിക്കും, കാരണം ഇതിൽ എന്തുണ്ട്? ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. സംശയമില്ല. സോ ഇതാണ് ഇതാണ് നമ്മൾ പറഞ്ഞ ഹൈഡ്രോ കാർബൺ 3 തരം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞ ഏരിയ. സോ തിരിച്ച് പഴയ എടുത്ത് പോകാം നമുക്ക്. ഇനി ഓക്കെ, നമ്മളിവിടെയാണ് പറഞ്ഞുകൊണ്ടിരുന്ന ആൽക്കീൻ്റെയും കാര്യങ്ങളല്ലേ? സോ അതെല്ലാം ആയിക്കോട്ടെ, ഒന്നുകൂടെ മാറ്റി നമുക്ക് ഒന്ന് റിവൈസ് നോട്ട്സ് കാര്യങ്ങൾ പറയാം. ഓക്കെ, ഞാൻ കുറച്ച് ക്ലാസ് ലാഗടിച്ചാണ് പോകുന്നത് കേട്ടോ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഈ പാഠം നമുക്ക് ബേസ് അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ ഈ പാഠം വേസ്റ്റാണ്, നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് സെറ്റാക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാഠം നല്ല എളുപ്പമായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പെട്ടെന്ന് ടെക്സ്റ്റിൽ കിടക്കുന്ന കാര്യങ്ങളൊന്നും ഓട്ടിച്ച് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. സോ അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും സമയം എടുത്ത് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. നമ്മൾ ആദ്യം പറയുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഇനി ഓർഗാനിക് കോമ്പൗണ്ട്സിന് അകത്തുള്ള ഒരാളാണ് ഹൈഡ്രോ കാർബൺ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞു ഹൈഡ്രോ കാർബണിൻ്റെ അത് ആരൊക്കെയുള്ളൂ? കാർബണും ഹൈഡ്രജനും മാത്രമേ കാണുള്ളൂ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടും കൂടെ ചേർന്നുണ്ടാകുന്ന ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞു. ഇത് 2 തരമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാടാ? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണും ഉണ്ട്, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണും ഉണ്ട്, അല്ലെങ്കിൽ പൂരിത ഹൈഡ്രോ കാർബണും ഉണ്ട്, അപൂരിത ഹൈഡ്രോ കാർബൺ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിൻ്റെ അകത്തുള്ള ഒരാളാണ് ആൽക്കേൻ. ഓക്കെ, അതായത് ഇത് തമ്മിൽ എന്ത് ബോണ്ടേ കാണും? സിംഗിൾ ബോണ്ടേ കാണും. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിൻ്റെ അകത്തുള്ള 2 ആൾക്കാരാണ് ആൽക്കീനും ആൽക്കൈനും. ഓക്കെ, ആൽക്കീൻ ആണെങ്കിൽ ഡബിൾ ബോണ്ട് ആയിരിക്കും, ആൽക്കൈൻ ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. ഓക്കെ, 3 ബോണ്ട് കാണും ആൽക്കൈൻ ആണെങ്കിൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പം നിങ്ങൾക്കൊരു കോമ്പൗണ്ട് കണ്ടാലും അല്ലെങ്കിൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺ കണ്ടാലും അത് ആൽക്കൈനാണോ ആൽക്കൈനാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റിൽ തന്നെ ഒരു എക്സാമ്പിൾ ഉണ്ടാകും നോക്കാം. ടെക്സ്റ്റിൽ തന്നെ നോട്ട്സ് എവിടെയെങ്കിലും എക്സാമ്പിൾ ഉണ്ടാകും നമുക്ക് നോക്കാം. കാണും, എവിടെയെങ്കിലും ഒരു എക്സാമ്പിൾ കാണാം. 3 കൂടെ ഒരുമിച്ച് വരുന്നൊരു ഏരിയ എവിടെയെങ്കിലും ഉറപ്പായിട്ടും കാണാം. ഓക്കെ, നമുക്ക് നോക്കാം എവിടെയെങ്കിലും 3 ഒരുമിച്ച് വരുന്ന ആൾക്കാരുണ്ടെന്ന് നോക്കാം. 3 ഒരുമിച്ച് വരുന്ന എവിടെയെങ്കിലും ഉണ്ടാകുന്ന നോക്കാം. അവിടെ നമുക്ക് 2 ആൾക്കാർ ഒരുമിച്ചുള്ളൂ, 3 ആൾക്കാർ ഒരുമിച്ചുള്ള എങ്ങും ഇല്ലേടേ. പോട്ടെ, വേണ്ട, നമുക്ക് സെപ്പറേറ്റ് തന്നെ എടുക്കാം. ഒന്നിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നോക്കിയോ, ഇത് നോക്കിയോ, ഇവർ നോക്കണേ, സംഭവം ഇതാ നടക്കുന്നത്. ഇതാണ് നമ്മളെ കോമ്പൗണ്ട്. ഇതാണ് നമ്മളെ കോമ്പൗണ്ട്. ഇത് ആൽക്കൈനാണ്, ആൽക്കൈനാണ്? ഏതാണ്? ആൽക്കൈനാണ്? ഏതായിരിക്കും? അതേപോലെ താഴത്തെ നോക്ക്, ആൽക്കൈനാണ്? ആൽക്കേനാണ്. മറന്നുപോയില്ല, കാരണം എല്ലാം എന്താണ്? സിംഗിൾ ബോണ്ടാണ്. എല്ലാം സിംഗിൾ ബോണ്ടാണെങ്കിൽ എന്താണ്? ആൽക്കേനാണ്. നോക്കിയാൽ മതി, ഇതാ സിംഗിൾ ബോണ്ട്, എല്ലാം സിംഗിൾ. ഇവിടെ എങ്ങനെയല്ലേ? സിംഗിൾ ബോണ്ട്. ഇതും എന്താണ്? ആൽക്കേനാണ്. ഓക്കെ, കണ്ടാൽ മനസ്സിലാവുമേ? ആൽക്കേൻ കണ്ടാൽ മനസ്സിലാവുമേ? ഓക്കെ, ഇതാണെങ്കിലാടാ ഈ കിടക്കുന്നവൻ ആൽക്കൈനാണ്, ആൽക്കൈനാണ്? ഏതാണ്? ഇത് ആൽക്കീനാണ് കേട്ടോ. ഇതൊക്കെ ആൽക്കീനാണ്. കാരണം ഇവിടെ കണ്ട ഒരു ഡബിൾ ബോണ്ട് കിടക്കുന്ന കണ്ട. ഞാൻ പറഞ്ഞു എല്ലാം ഡബിൾ ബോണ്ട് വേണോ നിർബന്ധമൊന്നുമില്ല. ഒരു കോമ്പൗണ്ടിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒരു ഡബിൾ ബോണ്ട് വന്നാൽ മതി, അതെന്താണ്? ആൽക്കീനാവും. മനസ്സിലായ? ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ബാക്കിയെല്ലാം സിംഗിൾ ബോണ്ട് ആണെന്ന് വെച്ചോ, ഒരെണ്ണം മാത്രം ഡബിൾ ബോണ്ട് ആണെങ്കിലും എന്താണ്? ആൽക്കീനാണ്. ഡബിൾ ബോണ്ട് ഉണ്ടോ? അത് ആൽക്കീനായിരിക്കും. അപ്പോൾ ഇതെന്താണ്? ആൽക്കീനാണ്. ഓക്കെ, ഇനി ഇതൊക്കെ ആൽക്കീനാണ്. ഇനി
ഇതും എന്താണ്? ആൽക്കീനാണ്. കാരണം എന്തുണ്ട്? ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ, ആൽക്കീനാണ്. ഓക്കെ, ഇനി ഇതാ നമുക്ക് താഴോട്ട് പോകാം. ഇതാ ഇവനാണെങ്കിലാടാ ഇത് ട്രിപ്പിൾ ബോണ്ട് അല്ലേ? എസ് ട്രിപ്പിൾ ബോണ്ടാണ്. ഇതെന്തായിരിക്കും ഇവിടെ? ആൽക്കൈനായിരിക്കും. കാരണം ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ട്രിപ്പിൾ ബോണ്ട് ഒരെണ്ണമെങ്കിലും വന്നാലും എന്താണ്? ആൽക്കൈനാണ്. സോ 3 ആൾക്കാർ ക്ലിയർ ആണേ, സംശയമില്ല. ദെൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. കാരണം നമുക്ക് പേര് കൊടുക്കുന്ന സമയത്ത് ആൽക്കേനാണ്, ആൽക്കീനാണ്, ആൽക്കൈനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് പേര് കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ പേര് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞല്ലോ, ഓക്കെ, CH3 ഇതാണ് നമ്മൾ പറഞ്ഞു, 2 ഹൈഡ്രോ കാർബൺ. നമ്മൾ ആദ്യം എക്സാമ്പിളായിട്ട് പറഞ്ഞ 2 ആൾക്കാർ ഹൈഡ്രോ കാർബൺ. ഇനി നിങ്ങൾ നോക്കിയോടാ, ഇനിയാണ് നമ്മളെ പാഠത്തിൻ്റെ അകത്തോട്ട് കറക്റ്റ് നമ്മൾ കയറാൻ പോകുന്നത്. എടാ 2 ഹൈഡ്രോ കാർബൺ ആണ് എന്നുള്ളൊരു ഡൗട്ടൊന്നും ഇല്ലല്ലോ. കാരണം ഇതിൻ്റെ അകത്ത് ആരൊക്കെ ഉള്ളൂ? കാർബണും ഹൈഡ്രജനേ ഉള്ളൂ. അപ്പോൾ 2 ഉറപ്പാണ്. ഓഫ്കോഴ്സ് എന്തായിരിക്കും? ഹൈഡ്രോ കാർബൺ ആയിരിക്കും. ഹൈഡ്രോ കാർബൺ ആണ്. കാരണം ഹൈഡ്രജൻ കാർബൺ എല്ലാം ഹൈഡ്രജൻ കാർബൺ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് കാർബൻ്റെ എണ്ണം നമുക്കൊന്ന് എണ്ണിയോക്കാം ആദ്യം. 1 2 3 4 5 കാർബൺ അല്ലേ? 1 2 3 4 5. ഇവിടെ 5 കാർബൺ. രണ്ടിടത്ത് എത്ര കാർബൺ ഉണ്ട്? 5 കാർബൺ വെച്ച് 2 സ്ഥലത്തും ഉണ്ട്, സംശയമൊന്നുമില്ല. പക്ഷേ ഈ ഹൈഡ്രോ കാർബൺ നോക്കടാ, സ്ട്രെയിറ്റ് അല്ലേ, ഒറ്റ ചെയിനായിട്ടല്ലേ പോയേക്കുന്ന അല്ലേ? നിങ്ങൾ ചെയിൻ എന്ന് പറയുന്ന വാക്ക് ഇനിത്തോട്ട് കേൾക്കും കേട്ടോ. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ചെയിനാണ്, അതായത് ഒറ്റ ചെയിൻ, ഒരു വര പോലെ അല്ലേ കിടക്കുന്ന, ഒരു വള്ളി പോലെ ഇങ്ങനെ കിടക്കുകയല്ലേ ചെയ്യുന്ന. അപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ചെയിനാണ്. ഓക്കെ, ഈ ചെയിൻ സ്ട്രെയിറ്റ് അല്ല. കാരണം ഈ ചെയിൻ സ്ട്രെയിറ്റ് ഇങ്ങനെ പോകുന്നതിൻ്റെ കൂടാതെ താഴെ ഒരുത്തനും കൂടെ ഇങ്ങനെ തൂങ്ങി കിടപ്പുണ്ട്. അപ്പോൾ ഇതെന്തല്ല? സ്ട്രെയിറ്റ് ചെയിൻ അല്ല. അപ്പോൾ ആലോചിച്ചോ, ഇത് രണ്ടും മോളിക്കുലാർ ഫോമിൽ വെച്ച് നോക്കുന്നെങ്കിൽ രണ്ടും ഒരേ ആൾക്കാർ തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ട്രെയിറ്റ് ചെയിനാണ്, ഇത് സ്ട്രെയിറ്റ് ചെയിൻ അല്ല. കാരണം സ്ട്രെയിറ്റ് പോകുന്ന എലമെൻറ്റിൻ്റെ കൂടെ താഴോട്ടും കൂടെ ഒരാൾ പോകുന്നുണ്ട്. ഇനി നോക്കിയോടാ, ഇനി ജസ്റ്റ് നമുക്ക് കാര്യങ്ങൾ ഒന്ന് പറയാം. ഈ ഒരു CH3 ഒരു സെക്കൻഡ് ഹൈലൈറ്റർ ഒന്ന് മാറ്റിക്കോട്ടെ. ഓക്കെ, CH3 CH2 CH3 വയ്ക്കുക. ഇതാണ് നമ്മളെ കോമ്പൗണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ചെയിനാണ്, വേറെ ആരും തൂങ്ങിയൊന്നും കിടപ്പില്ല, സ്ട്രെയിറ്റ് ആണ് കിടക്കുന്നത് അല്ലേ? പക്ഷേ വേറൊരു കോമ്പൗണ്ട് നമുക്ക് വേറെ എഴുതാം. CH3 CH3 CH ആണ് കേട്ടോ, CH3. ഇതെന്താണ്? സ്ട്രെയിറ്റ് ചെയിൻ അല്ല. കാരണം നേരെ ഒരുത്തം പോകുന്നുണ്ട്, അതിന് താഴെ ഒരുത്തം തൂങ്ങി കിടപ്പുണ്ട് അല്ലേടാ? ഓക്കെ, ഇനി ആലോചിച്ചോ, നമ്മൾ സ്ട്രെയിറ്റ് എഴുതുന്ന ഈ ചെയിന കളർ മാറ്റാം. ഈ സ്ട്രെയിറ്റ് എഴുതുന്ന ഈ ചെയിൻ, സ്ട്രെയിറ്റ് ഈ എഴുതുന്ന ഈ ചെയിന പറയുന്ന പേരാണ് മെയിൻ ചെയിൻ, അല്ലെങ്കിൽ പ്രധാന ചെയിൻ എന്നാണ് നമ്മൾ പറയും. പ്രധാന ചെയിൻ എന്നല്ല, മെയിൻ ചെയിൻ എന്നാണ് നിങ്ങൾ പഠിച്ചാൽ മതി. മലയാളംകാർക്കും മെയിൻ ചെയിൻ തന്നെയാണ് കിടക്കുന്ന. ഓക്കെ, മെയിൻ ചെയിൻ എന്നാണ് നമ്മൾ ആ പ്രധാന ചെയിനെ പറയുന്നത്. അത് നേരെ പോകുന്ന ആ ചെയിനെ പറയുന്ന പേര് മെയിൻ ചെയിൻ എന്നാണ്. എന്നാൽ താഴോട്ട് വരുന്ന ഈ ചെയിൻ കണ്ടടാ, ഈ താഴോട്ട് കിടക്കുന്ന ഇതിനെ പറയുന്ന പേരാണ് ബ്രാഞ്ച് അല്ലെങ്കിൽ ശാഖ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ സ്ട്രെയിറ്റ് ഇപ്പം ഇതിനാണെങ്കിൽ ശാഖയില്ല, മെയിൻ ചെയിൻ മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇനി താഴോട്ടും കൂടെ ഒരുത്തം ഉണ്ടായിരുന്നെങ്കിൽ അവൻ എന്ത് വന്നാനാ? ഒരു ബ്രാഞ്ച് വന്നാനാ. ഓക്കെ, അപ്പോൾ ബ്രാഞ്ച് അല്ലെങ്കിൽ ശാഖ വന്നാനാ. അപ്പോൾ ആലോചിച്ചോണം, ഹൈഡ്രോ കാർബണിൽ എങ്ങനെ വരും? സ്ട്രെയിറ്റ് ചെയിനുകളായിട്ട് വരാറുണ്ട്, അതേപോലെ ബ്രാഞ്ചുകൾ വരാറുണ്ട്. ഈ ബ്രാഞ്ചുകൾ ഒരെണ്ണം തന്നെ ആണോ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ഇവന് ഇവിടെ ഒരു ബ്രാഞ്ച് വരാം, ചിലപ്പോൾ ഇവിടെ ഒരു വേറൊരു ബ്രാഞ്ച് വരാം, എത്ര ബ്രാഞ്ച് വേണോ വരാം. ഓക്കെ, നമ്മൾ പല ബ്രാഞ്ചുകളുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് പറയാം. ഇപ്പം നിങ്ങൾ ആലോചിച്ചോ, എന്താക്കറ മെയിൻ ചെയിനുണ്ട്, അതേപോലെ അതിന് എന്തുകൊണ്ട് ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ ശാഖകളുണ്ട് എന്ന കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം. സംശയം ഉണ്ടാ? ഓക്കെ, അതുവരെ ക്ലിയർ അല്ലേ? ഇനി സമയമായ അപ്പോൾ തറായല്ലേ, കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു മെയിൻ ചെയിനുകളും ഉണ്ട്, ശാഖകളും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്ട്രെയിറ്റ് എഴുതി പോകുന്ന ഇതിനെ നമ്മൾ മെയിൻ ചെയിൻ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ചെയിൻ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ മെയിൻ ചെയിൻ എന്ന് തന്നെ പഠിച്ചാൽ കേട്ടോ. കാരണം മെയിൻ ചെയിൻ നമ്മൾ ടെക്സ്റ്റ് കിടക്കുന്നത്.
അപ്പോൾ മെയിൻ ചെയിൻ അല്ലെങ്കിൽ മെയിൻ ചെയിൻ എന്ന് തന്നെയാണ് മലയാളംകാർക്ക്. ഓക്കെ, വ്യത്യാസമൊന്നുമില്ല. താഴോട്ട് വരയ്ക്കുന്നത് മുകളിലോട്ട് വരയ്ക്കുന്നത് ഈ മെയിൻ ചെയിന് തങ്ങിക്കിടക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിൽ ടച്ച് ചെയ്ത് കിടക്കുന്ന തൊട്ട് കിടക്കുന്ന ചെറിയ ആൾക്കാരെ പറഞ്ഞ പേരാണ് ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ ശാഖകൾ. ക്ലിയർ ആണേ? ഓക്കെ, നമുക്ക് മെയിൻ ചെയിൻ പേര് കൊടുക്കാനും ഉണ്ട്, ബ്രാഞ്ചുകൾ പേര് കൊടുക്കാനുണ്ട്. അതേപോലെ മെയിൻ ചെയിനിൽ ബ്രാഞ്ചുകളുള്ള സംയുക്തങ്ങൾക്ക് പേര് കൊടുക്കാനും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ പേര് കൊടുക്കാനുണ്ട്. അപ്പോൾ എനിവേ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അടുത്ത ക്ലാസ് നമുക്ക് ഡീറ്റെയിൽ കുറച്ച് വലിയ ടോപ്പിക്കാണ്, കാരണം പേര് കൊടുക്കുന്നതെന്ന് പറയുന്ന കുറച്ച് വലിയ ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓടിച്ച് റിവേഴ്സ് ചെയ്ത് വെച്ചേക്കുക. എന്തുണ്ടാ നമ്മൾ പറഞ്ഞു ഹൈഡ്രോ കാർബൺ നമുക്ക് 3ആയി തിരിക്കാം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ബോണ്ടുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ബന്ധനങ്ങളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി എത്രയായി തിരിക്കാം? 3ആയി തിരിക്കാം എന്ന് പറഞ്ഞു. ആൽക്കീനുകളുണ്ടെന്ന് പറഞ്ഞു. ആൽക്കീനുകളുണ്ടെന്ന് പറഞ്ഞു. ആൽക്കൈനുകളുണ്ടെന്ന് പറഞ്ഞു അല്ലേ? 3 ആൾക്കാരുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആൽക്കേനുകളാണെങ്കിൽ സിംഗിൾ ബോണ്ടുള്ള ആൾക്കാരാണ്. ആൽക്കീനാണെങ്കിൽ ഡബിൾ ബോണ്ടുള്ള ആളാണ്. ആൽക്കൈനാണെങ്കിൽ ട്രിപ്പിൾ ബോണ്ടുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? ഇനി ഒരു കേസും കൂടെ പറഞ്ഞുതരാം. നമ്മളൊരു ഹൈഡ്രോ കാർബണിൻ്റെ പേര് കൊടുക്കുന്ന സമയത്ത് അവൻ ആൽക്കേൻ ആണെങ്കിൽ അവൻ്റെ പേര് ഏനി വെച്ചായിരിക്കും അവസാനിക്കുന്ന. ഓക്കെ, നമ്മളൊരു ഹൈഡ്രോ കാർബണിന് പേര് കൊടുക്കുന്ന സമയത്ത് പേര് കൊടുക്കുന്ന ഹൈഡ്രോ കാർബൺ ആൽക്കേൻ ആണെങ്കിൽ അവൻ്റെ പേര് ഏനി വെച്ചായിരിക്കും അവസാനിക്കുന്ന. നമ്മളിപ്പോൾ പേര് കൊടുക്കുന്ന ആൾ ആൽക്കീൻ ആണെങ്കിൽ അവൻ്റെ പേര് അവസാനിക്കുന്ന ഇഎനി വെച്ച് അവസാനിക്കും. ഇനി നമ്മൾ പേര് കൊടുക്കുന്ന ആളൊരു ആൽക്കൈനാണെങ്കിൽ അവൻ്റെ പേര് അവസാനിക്കുന്ന വൈഎനി വെച്ചായിരിക്കും. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. നമുക്ക് പേര് കൊടുക്കുന്ന സമയത്ത് ഈ കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം, കാരണം അത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആൽക്കേൻ, ആൽക്കീൻ, ആൽക്കൈൻ. ആൽക്കൈൻ ആണെങ്കിൽ എൻ വെച്ച് അവസാനിക്കും. ആൽക്കീൻ ആണെങ്കിൽ ഇഎൻ വെച്ച് അവസാനിക്കും. ആൽക്കൈൻ ആണെങ്കിൽ വൈഎൻ വെച്ച് അവസാനിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ആൽക്കേൻ സിംഗിൾ ബോണ്ട്, ആൽക്കീൻ ഡബിൾ ബോണ്ട്, ആൽക്കൈൻ ട്രിപ്പിൾ ബോണ്ട്. ആൾക്കാരെ കണ്ടാലും മനസ്സിലാവുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ആൽക്കീനുകൾക്ക് എല്ലാം ഡബിൾ ബോണ്ട് ആണോ നിർബന്ധമില്ല. എവിടെയെങ്കിലും ഒരു ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നാൽ മതി. ആൽക്കീനും അതാണ്. എല്ലാം ട്രിപ്പിൾ ബോണ്ട് ആണോ എന്ന് നിർബന്ധമില്ല. എവിടെയെങ്കിലും ഒരു ട്രിപ്പിൾ ബോണ്ട് ആയാലും എന്ത് തന്നെയാണ്? ആൽക്കീൻ തന്നെയാണ്. ക്ലിയർ ആണേ? ഇപ്പോൾ നമ്മൾ പയ്യാണ് പോകുന്നത്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങളത് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ നമുക്ക് നെയിമിങ് കൊടുക്കാൻ കുറച്ചുകൂടെ നല്ല എളുപ്പമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, അത് നമുക്ക് ആ എളുപ്പമാവാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ, ടെക്സ്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു പോകുന്നത് നിങ്ങൾക്കത് ചെയ്യാൻ. കാരണം നമുക്കറിയാമല്ലോ, ക്വസ്റ്റ്യനൊക്കെ അത്രയും ഹൈ ലെവൽ ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻ വന്നാൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ആലോചിച്ചോ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഇതൊന്നും കാണാതെ പഠിക്കുക, വേറെ ഒന്നും വേണ്ട. നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം ഇങ്ങനെ കാര്യങ്ങളുണ്ട് എന്നുണ്ട്. സോ അപ്പോൾ ബാക്കി നെയിമിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കോട്ട് നമുക്ക് അടുത്ത ദിവസം പോവാം. ഓക്കെ, അപ്പോൾ നാളെ തൊട്ട് നമുക്ക് നെയിമിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക്, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, നെയിമിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് തുടങ്ങാം. ശരി.